പുതുതായി ഒരു 3D പ്രിന്റർ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ 3D പ്രിന്റിങ്ങിനെ ഒരു ബിസിനസ് ആക്കി മാറ്റാം എന്ന് ആലോചിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്കുള്ളതാണ്. ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് ഹരികുമാർ ആർ. 3D പ്രിന്റിംഗ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ 3D പ്രിന്റിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. സോ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ ഇതിനു മുമ്പ് 3D പ്രിന്ററിൽ ചെയ്തിരിക്കേണ്ട അപ്ഗ്രേഡ് ഓപ്ഷനുകൾ, ബേസിക് ലെവലിൽ 3D പ്രിന്ററിൽ എന്തൊക്കെ അപ്ഗ്രേഡുകൾ വേണം എന്നെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഈ അപ്ഗ്രേഡുകൾ എല്ലാം തന്നെ പുതുതായി വാങ്ങുന്ന ഒരു 3D പ്രിന്ററിൽ കിട്ടിയാൽ നല്ലതല്ലേ? സോ അത്തരത്തിലുള്ള ബെസ്റ്റ് 3D പ്രിന്ററുകൾ ഏതെല്ലാമാണ് 2024 നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുന്ന ബെസ്റ്റ് 3D പ്രിന്ററുകൾ, വാല്യൂ ഫോർ മണി 3D പ്രിന്ററുകൾ, ഹൈ സ്പീഡ് 3D പ്രിന്ററുകൾ, ബെസ്റ്റ് ക്വാളിറ്റി ഡെലിവറി ചെയ്യാൻ കഴിയുന്ന 3D പ്രിന്ററുകൾ ഏതെല്ലാമാണ് നമുക്ക് ചർച്ച ചെയ്യാം. സോ ദ ഫസ്റ്റ് വൺ, അതായത് ബിഗിനേഴ്സിന് വേണ്ടിയാണ് നിങ്ങൾ 3D പ്രിന്റർ നോക്കുന്നതെങ്കിൽ, ഞാൻ ബിഗിനേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, അതായത് 10th സ്റ്റാൻഡേർഡിന് താഴോട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ വേണ്ടിയിട്ടാണ് 3D പ്രിന്റേഴ്സ് നോക്കുന്നതെങ്കിൽ ഒരു ബിഗിനർ ഫ്രണ്ട്ലി 3D പ്രിന്റർ നോക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലത്. എന്ന് കരുതി ഒരു ബിഗിനർ ഫ്രണ്ട്ലി 3D പ്രിന്റർ എന്ന് പറയുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് Ender 3 അല്ല. ഇനി Ender 3 ഒക്കെ വാങ്ങിക്കാൻ പറയുന്നവരെ ഓടിച്ചിട്ടടിക്കണം. ഒരു Ender 3 വാങ്ങിയാൽ എന്താണ് അവസ്ഥ? 16,000 ഇട്ട് നമ്മൾ ഒരു Ender 3 വാങ്ങിച്ച് വീണ്ടും നമ്മളൊരു 16,000 കൂടി ഇട്ട് അത് അപ്ഗ്രേഡ് ചെയ്യേണ്ട അവസ്ഥയാണ്. എന്നാൽ ഈ അപ്ഗ്രേഡ് ഓപ്ഷൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള വളരെ വില കുറഞ്ഞ 3D പ്രിന്റർ ഓൾറെഡി അവൈലബിൾ ആണെങ്കിൽ പിന്നെ നമ്മൾ എന്തിന് Ender 3 വാങ്ങിച്ച് അപ്ഗ്രേഡ് ചെയ്ത് പൈസ ലാഭണം? അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഫസ്റ്റ് 3D പ്രിന്റർ ഫോർ ബിഗിനേഴ്സ് പരിചയപ്പെടുത്തുകയാണ്. എലേഗോ നെപ്റ്റ്യൂൺ 3 Pro. Ender 3യുടെ ബിസിനസ്സുകൾ എല്ലാം തകർത്തുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വന്ന ഒരു 3D പ്രിന്റർ ആണ് ഈ എലേഗോ നെപ്റ്റ്യൂൺ 3 Pro എന്ന് പറയുന്നത്. ആദ്യം തന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസ് ആണ്. വെറും 20,000 മാത്രമേ ഈ ഒരു പ്രിന്ററിന് വില വരുന്നുള്ളൂ. ഈ 20,000 ഈ പ്രിന്ററിനകത്ത് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, നമ്പർ 1 ഓട്ടോമാറ്റിക് ബെഡ് ലെവലിംഗ്, നമ്പർ 2 ഡയറക്ട് ഡൈവ് എക്സ്ട്രൂഷൻ സിസ്റ്റം വിത്ത് ഡ്യുവൽ ഗിയേഴ്സ്, തേർഡ് എന്ന് പറയുന്നത് PEI കോട്ടഡ് മാഗ്നറ്റിക് ബിൽഡ് പ്ലേറ്റ്, ഡ്യുവൽ ഇസഡ് ആക്സസ്. ഇത്രയധികം ഫീച്ചേഴ്സ് കിട്ടുന്ന ഈ ഒരു പ്രൈസിൽ മറ്റൊരു 3D പ്രിന്റർ ഇല്ല. ഇതിന് Ender 3 ആയിട്ടുള്ള കുറച്ച് സിമിലാരിറ്റീസ് എന്ന് പറയുന്നത് ഇതിന്റെ ബിൽഡ് വോളിയം ആണ്. 225/225/280 ആണ് ഇതിന്റെ ബിൽഡ് വോളിയം എന്ന് പറയുന്നത്, സെയിം ആസ് Ender 3. അതുപോലെ തന്നെ പ്രിന്റ് സ്പീഡും Ender 3 ആയിട്ട് സിമിലർ ആണ്. ഏകദേശം 60 to 80 mm/s ആണ് ഇതിന്റെ പ്രിന്റ് സ്പീഡ് പറയുന്നത്. സോ ഇറ്റ്സ് സിമിലർ ടു Ender 3. ബട്ട് Ender 3 വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത്രയധികം ഫീച്ചേഴ്സ് എലേഗോ നെപ്റ്റ്യൂൺ 3 Proയ്ക്ക് ഉണ്ട്. So if you want to choose a beginner friendly 3D printer, Elegoo Neptune 3 Pro is the correct one. So നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടെ മുകളിലേക്ക് പോവാണ്. അടുത്ത 3D പ്രിന്റർ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ബിഗിനർ ഫ്രണ്ട്ലി 3D പ്രിന്ററിലേക്ക് പോയി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ Enderലേക്ക് തിരിച്ചു വരേണ്ടി വരും. സോ രണ്ടാമത്തെ 3D പ്രിന്റർ എന്ന് പറയുന്നത് Ender 3 S1 Pro ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു 3D പ്രിന്ററിനും വരുന്നുണ്ട്. അതായത് മാഗ്നറ്റിക് ബിൽഡ് പ്ലേറ്റ്, ഡയറക്ട് ഡ്രൈവ് എക്സ്ട്രൂഷൻ സിസ്റ്റം വിത്ത് ഡ്യുവൽ ഗിയേഴ്സ്, ഡ്യുവൽ ഇസഡ് ആക്സസ്, അതുപോലെ തന്നെ ഓൾ മെറ്റൽ ഹോട്ട് എൻഡ്, ഇതെല്ലാം തന്നെ Ender 3 S1 Proയ്ക്കും വരുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന ഫീച്ചേഴ്സ്, അതായത് ഈ മാഗ്നറ്റിക് ബിൽഡ് പ്ലേറ്റ്, അതേപോലെ തന്നെ ഡയറക്ട് എക്സ്ട്രൂഷൻ സിസ്റ്റം എന്നൊക്കെ പറയുന്ന ഫീച്ചേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് മുമ്പ് ഇട്ടിട്ടുള്ള 3D പ്രിന്റിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മനസ്സിലാകും. സോ Ender 3 S1 Proയുടെ പ്രൈസിലേക്ക് പോയി കഴിഞ്ഞാൽ 30,000 അടുത്താണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ എലേഗോ നെപ്റ്റ്യൂൺ 3 Proയ്ക്ക് 20,000, ഇതിന് 30,000 പ്രൈസ് വരുന്നുണ്ട്. എന്താണ് ഇപ്പൊ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്? ബിൽഡ് വോളിയം സെയിം തന്നെയാണ്. എലേഗോ നെപ്റ്റ്യൂൺ 3 Proയ്ക്കും അതേപോലെ തന്നെ Ender 3 S1 Proയ്ക്കും ബിൽഡ് വോളിയം സെയിം തന്നെയാണ്. 220/220/270 മറ്റാണ് വരുന്നത്. സോ ദ ബിൽഡ് വോളിയം ഈസ് ഓൾസോ ദ സെയിം. എവിടെയാണ് അപ്പോൾ ഡിഫറൻസ് വരുന്നത്? ഡിഫറൻസ് വരുന്നത് പ്രിന്റ് സ്പീഡിലാണ്. എലേഗോ നെപ്റ്റ്യൂൺ 3 Proയ്ക്ക് ഒരു ബേസിക് ലെവൽ Ender 3യുടെ സ്പീഡ് മാത്രമേ കിട്ടുന്നുള്ളെങ്കിൽ ഇവിടെ Ender 3 S1 Proയ്ക്ക് അവർ പറയുന്ന പ്രിന്റ് സ്പീഡ് എന്ന് പറയുന്നത് 250 mm/s ആണ് പറയുന്നത്. അത് ഈ ബൈക്കിന്റെ മൈലേജുകൾ കമ്പനി അവകാശപ്പെടുന്നത് പോലെ ഇത് കമ്പനി അവകാശപ്പെടുന്ന പ്രിന്റ് സ്പീഡ് മാത്രമാണ്. മുമ്പുള്ള എന്റെ വീഡിയോസ് കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, കമ്പനി പറയുന്ന മാക്സ് പ്രിന്റ് സ്പീഡിൽ നമുക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. സോ എനിവേസ് അവരൊരു 250 mm/s പറയുന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രിന്റ് ക്വാളിറ്റി ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 150 mm/s പ്രിന്റ് ചെയ്യാൻ സാധിക്കുമായിരിക്കും. 10,000 rupees വർത്താണ് ഈ ഒരു പ്രിന്റ് ടൈം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷെ 30,000 rupees നിങ്ങളുടെ കയ്യിൽ എടുക്കാനുണ്ടെങ്കിൽ ഞാൻ പറയും, ജസ്റ്റ് വെയിറ്റ്, ഡോണ്ട് ഗോ ഫോർ Ender 3 S1 Pro, ജസ്റ്റ് വെയിറ്റ്. നമുക്ക് ഇനി അടുത്ത പ്രിന്റേഴ്സ് കൂടെ കേട്ട ശേഷം നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ
നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ പോകുന്ന 3D പ്രിന്ററുകളിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബാംബു ലാബ്സ് A1 മിനി. ഗൈസ്, നമ്മൾ ഒരു ഇൻഡസ്ട്രിയിലേക്ക് റെവല്യൂഷൻ കൊണ്ടുവരിക എന്ന് പറയല്ലേ, അങ്ങനെ റെവല്യൂഷൻ കൊണ്ടുവന്ന ഒരു ബ്രാൻഡാണ് ബാംബു ലാബ്സ് എന്ന് പറയുന്നത്. 2 വർഷം മുമ്പ് 3D പ്രിന്റിംഗ് മേഖലയിലേക്ക് കടന്നു വന്ന ബാംബു ലാബ്സ് എന്ന ഈ കമ്പനി ഇൻഡസ്ട്രിയൽ ലെവൽ 3D പ്രിന്ററുകളിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് ആണ് ഈ ബേസിക് ലെവൽ ഹോബി 3D പ്രിന്ററുകളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റൊരു 3D പ്രിന്റിംഗ് കമ്പനീസിനും കൊടുക്കാൻ പറ്റാത്ത ഫീച്ചേഴ്സ് ആണ് ബാംബു ലാബ്സ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് ബാംബു ലാബ്സിന്റെ പ്രിന്ററുകൾ വളരെ പെട്ടെന്ന് തന്നെ ഫേമസ് ആയത്. അതിൽ വൺ അമംഗ് ദ ബെസ്റ്റ് 3D പ്രിന്ററും ഏറ്റവും പ്രൈസ് കുറഞ്ഞതുമായ ഒരു 3D പ്രിന്ററാണ് ബാംബു ലാബ്സ് A1 മിനി എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ 3D പ്രിന്ററിൽ ഫീച്ചേഴ്സ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഈ 3D പ്രിന്ററിൽ ബേസിക് ആയിട്ട് ആവശ്യമായ കാര്യങ്ങൾ എന്ന് മാത്രമേ വെച്ചിട്ടുള്ളൂ. അവർ ഫീച്ചേഴ്സ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് മറ്റു ചില കാര്യങ്ങളാണ്. കുറച്ച് എക്സാമ്പിൾസ് പറയാം, കാരണം വളരെയധികം ഫീച്ചേഴ്സ് ഉണ്ട്, എല്ലാം കൂടെ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് വൈബ്രേഷൻ കാലിബ്രേഷൻ ആണ്. അതായത് 3D പ്രിന്റ് ചെയ്യുന്ന സമയത്ത് വൈബ്രേഷൻ വളരെയധികം 3D പ്രിന്ററുകൾക്ക് ഉണ്ടാവാറുണ്ട്. ഈ വൈബ്രേഷൻ കാലിബ്രേറ്റ് ചെയ്ത് അതിനെ മിനിമൈസ് ചെയ്യുക എന്ന് പറയുന്നത് ബാംബു ലാബ്സ് മുന്നോട്ട് വെച്ച ഒരു ഫീച്ചറാണ്. അതുപോലെ തന്നെ ഫ്ലോ റേറ്റ് കോമ്പൻസേഷൻ, പ്രിന്റിനനുസരിച്ച് ഫ്ലോ റേറ്റിനെ കൺട്രോൾ ചെയ്യുക. ആക്റ്റീവ് മോട്ടോർ നോയ്സ് ക്യാൻസലേഷൻ, 3D പ്രിന്റിംഗ് ചെയ്യുന്ന സമയത്ത് യാതൊരു നോയ്സും ഉണ്ടാവില്ല ഷെപ്പർ മോട്ടോഴ്സിന്റെ ഭാഗത്തു നിന്ന്. ഫിലമെന്റ് റൺഔട്ട് സെൻസർ, ഫിലമെന്റ് തീർന്നു കഴിഞ്ഞാൽ നമ്മളെ അലേർട്ട് ചെയ്യുന്ന സെൻസർ. ഫിലമെന്റ് ടാങ്കിൾ സെൻസർ, എവിടെയെങ്കിലും നോസിന്റെ ഫിലമെന്റ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മളെ അലേർട്ട് ചെയ്യുന്ന സെൻസർ. ക്വിക്ക് സ്വാപ്പ് നോസിൽ, നമുക്ക് നോസിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ വളരെ നിസ്സാരമായിട്ട് ജസ്റ്റ് ഒരു സ്വാപ്പിലൂടെ നോസിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ആണ് ബാംബു ലാബ്സ് മുന്നോട്ട് വെച്ചത്. സോ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് 3D പ്രിന്റർ ആണ് ബാംബു ലാബ്സ് A1 മിനി എന്ന് പറയുന്നത്. ഇതിന്റെ ബിൽഡ് വോളിയം എന്ന് പറയുന്നത് 180x180x180 ആണ്. പ്രിന്റ് സ്പീഡ് എന്ന് പറയുന്നത് 500 mm/s ആണ്. 500 mm/s എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പ്രിന്റ് സ്പീഡ് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഈ 180 ക്യൂബ് എന്ന് പറയുന്ന ബിൽഡ് വോളിയം ചെറുതായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം, ബട്ട് അങ്ങനെയല്ല കാര്യങ്ങൾ. ബാംബു ലാബ്സ് അവകാശപ്പെടുന്നത് നമ്മുടെ 3D പ്രിന്റിംഗ് ഹോബിയിസ്റ്റിന്റെ ഒക്കെ വെബ്സൈറ്റുകളുണ്ട്, അതായത് തിങ്ങിവേഴ്സ് പോലുള്ള വെബ്സൈറ്റുകളുണ്ട്. ഇതിലുള്ള 90% മോഡൽസും ഈ ഒരു ബിൽഡ് വോളിയത്തിനകത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാണ്. എന്നെ പോലെ ഈ അയൺമാൻ മാർക്കറ്റീവ് ഹെൽമെറ്റ് പോലെയുള്ള വലിയ 3D പ്രിന്റുകൾ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് വലിയ ബിൽഡ് വോളിയം ആവശ്യമുള്ളൂ. അല്ലാതെയുള്ള 90% പ്രിന്റുകൾ നമുക്ക് ഈ ഒരു ബിൽഡ് വോളിയത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷെ പ്രശ്നം വന്നിരിക്കുന്നത് പ്രൈസ് ആൻഡ് അവൈലബിലിറ്റിയിലാണ്. പ്രൈസ് പറഞ്ഞില്ലല്ലോ ബാംബു ലാബ്സ് A1 മിനിയുടെ. ബാംബു ലാബ്സിന്റെ പ്രിന്ററുകൾ ഞാൻ പറഞ്ഞു 2 വർഷമായതോടെ ഈ ഒരു കമ്പനി മാർക്കറ്റിലേക്ക് കടന്നു വന്നിട്ട്, അതുകൊണ്ട് തന്നെ ഇവയുടെ പ്രിന്ററുകൾ ലഭിക്കാനായിട്ട് ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈസിലി അവൈലബിൾ ആണ്. ഈ ഒരു പ്രിന്ററുകൾ കൂടുതലും വരുന്നത് AMSന്റെ ഒരു സെറ്റോട് കൂടിയാണ്. AMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് മെറ്റീരിയൽ മാനേജ്മെന്റ് സിസ്റ്റം. അതായത് ഈ ഒരു പ്രിന്ററിൽ നമുക്ക് മൾട്ടി കളർ ഫിലമെന്റിൽ പ്രിന്റ് ചെയ്യാൻ സാധിക്കും. അതായത് 4 കളർ ഫിലമെന്റിൽ ഈ ഒരു പ്രിന്ററിൽ അറ്റ് എ ടൈം പ്രിന്റ് ചെയ്യാൻ സാധിക്കും. സോ ഒരേ പ്രിന്റിൽ തന്നെ നിങ്ങൾക്ക് 4 കളേഴ്സ് കൊണ്ടുവരാൻ സാധിക്കും. അത് ഈ പ്രിന്ററിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതിനു വേണ്ടി സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് AMS എന്ന് പറയുന്നത്. സോ ഈ ബാംബു ലാബ്സിന്റെ പ്രിന്ററുകൾ എല്ലാം തന്നെ ഈ ഒരു AMS സിസ്റ്റത്തോട് ചേർന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവയുടെ പ്രൈസ് ഏകദേശം 60,000 to 65,000 ആണ് നിൽക്കുന്നത്. ബട്ട് ഈ ഒരു ബാംബു ലാബ്സിന്റെ പ്രിന്ററുകൾ ഈസിയായി ലഭിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഈ പ്രൈസ് വീണ്ടും കുറയാൻ സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ അറൌണ്ട് 45,000 to 50,000 നമുക്ക് ഈ ഒരു പ്രിന്റർ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബാംബു ലാബ്സിന്റെ 3D പ്രിന്റർ ആയാലും ഞാൻ ഈ പറയാൻ പോകുന്ന മറ്റേത് 3D പ്രിന്റർ ആയാലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് A-Links 3D എന്ന കമ്പനിയിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. A-Links 3D എന്ന് പറയുന്നത് ബേസിക്കലി ഒരു 3D പ്രിന്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അറ്റ് ദ സെയിം ടൈം അവർ 3D പ്രിന്റർ സെൽ ചെയ്യുന്നുണ്ട്, CAD സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുകൂടാതെ തന്നെ 3D പ്രിന്റർ പ്രോഡക്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും 3D പ്രിന്റിംഗ് മേഖലയിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനീസ് ആണ് A-Links 3D എന്ന് പറയുന്നത്. സോ ഇഫ് യു വാണ്ട് ടു ബൈ 3D printers you can contact A-Links 3D. The contact number and more details will be on the description. So thereby നമ്മുടെ 4ാമത്തെ പ്രിന്ററിലേക്ക് നമ്മൾ പോവുകയാണ്. 4ാമത്തെ 3D പ്രിന്റർ എന്ന് പറയുന്നത് ആക്ച്വലി വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്, ക്രിയാലിറ്റിയുടെ K1. വൺ ഓഫ് ദ ബെസ്റ്റ് പ്രിന്റർ അറ്റ് ദ പ്രൈസ് നമുക്ക് കണ്ണുടച്ച് പറയാൻ പറ്റും. ക്രിയാലിറ്റി K1 ഡിമാൻഡ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത്, പ്രിന്റ് സ്പീഡ് എന്ന് പറയുന്നത് 600 mm/s ആണ്. അതുപോലെ തന്നെ ഒരു ഡ്യുവൽ കൂളിംഗ് സിസ്റ്റവും ഈ 3D പ്രിന്റർ ഒപ്പം വരുന്നുണ്ട്. കംപ്ലീറ്റ്ലി എൻക്ലോസ്ഡ് ആയിട്ടുള്ള 3D പ്രിന്റർ ആണത്. അതുകൊണ്ട് തന്നെ ABS പോലെയുള്ള ഹൈ ടെമ്പറേച്ചർ ഫിലമെന്റ്സ് ഒക്കെ യാതൊരു പ്രോബ്ലം ഇല്ലാതെ പ്രിന്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ക്രിയാലിറ്റി K1ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് അതിന്റെ സ്പീഡ് തന്നെയാണ്. 500 to 600 mm/s എന്ന് പറയുന്നത് വളരെ മികച്ചൊരു പ്രിന്റ് സ്പീഡ് തന്നെയാണ്. നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഡെലിവർ ചെയ്യാനും ഈ ഒരു ക്രിയാലിറ്റി K1ന് സാധിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇതിന്റെ ഒരു നെഗറ്റീവ് അല്ല, ഒരു
ക്രിയാലിറ്റി പർപ്പസ്ഫുള്ളി ചെയ്ത ഒരു കാര്യമാണ് ഇതിന്റെ ബിൽഡ് വോളിയം കുറച്ചത്. അതായത് Ender 3യുടെ ബിൽഡ് വോളിയം മാത്രമേ ഈ ഒരു ക്രിയാലിറ്റി K1 വരുന്നുള്ളൂ. 220/220/250 മാത്രമേ വരുന്നുള്ളൂ. എനിവേസ് അത് മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഡ്യുവൽ ഗിയർ ഡയറക്ട് ഡ്രൈവ് എക്സ്ക്ലൂഷൻ സിസ്റ്റം ഉണ്ട്, ഡ്യുവൽ ഇസഡ് ആക്സിസ് ഉണ്ട്, മാഗ്നറ്റിക് ബിൽഡ് പ്ലേറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിനെല്ലാം ഒപ്പം തന്നെ ഈ ഒരു ഹൈ സ്പീഡ് പ്രിസിഷൻ പ്രിന്റിംഗ് അവർ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ക്രിയാലിറ്റി K1ന്റെ പ്രൈസ് വരുന്നത് 49,000 to 51,000. ഇതിന്റെ ഇടയിൽ നിൽക്കുന്നതാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. ചില സമയത്ത് 49 താഴെ പോകുന്നുണ്ട്. സോ 3D പ്രിന്റിങ്ങിനെ ഒരു ബിസിനസ് രീതിയിൽ കാണുന്നവർ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ലെവലിലേക്ക് 3D പ്രിന്റിങ്ങിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു 3D പ്രിന്റർ തന്നെയാണ് ക്രിയാലിറ്റിയുടെ K1 എന്ന് പറയുന്നത്. സോ ബൈ ദാറ്റ് നമ്മുടെ 5ാമത്തെ പ്രിന്ററിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. എനിവേസ് ഞാൻ പറയാം, 5ാമത്തെ 3D പ്രിന്റർ എന്ന് പറയുന്നത് ക്രിയാലിറ്റി K1 Max ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്രിയാലിറ്റി നമുക്കിട്ട് വെച്ചൊരു പണിയാണ്. അതായത് ക്രിയാലിറ്റി K1ഉം K1 Maxും രണ്ടും തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ പ്രൈസിന് വളരെ വലിയ വ്യത്യാസങ്ങളുണ്ട് താനും. ക്രിയാലിറ്റി K1ൽ നിന്നും K1 Max ഉള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ പറയാം. ക്രിയാലിറ്റി K1 Maxന്റെ ബിൽഡ് വോളിയം എന്ന് പറയുന്നത് 300ന്റെ ഒരു ക്യൂബാണ്. അതായത് 300/300/300 ആണ് ക്രിയാലിറ്റി K1 Maxന്റെ ബിൽഡ് വോളിയം. ഓഫ് കോഴ്സ് K1നേക്കാളും ബിൽഡ് വോളിയം കൂടുതലാണ്. പ്രിന്റ് സ്പീഡ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം ആണ്. 600 mm/s തന്നെയാണ് K1 Maxന്റെയും പ്രിന്റ് സ്പീഡ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് K1 Maxൽ AI അസിസ്റ്റഡ് ക്യാമറ കൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ K1 Maxൽ AI അസിസ്റ്റഡ് ലൈഡാർ സിസ്റ്റം കൂടെ വരുന്നുണ്ട്. അതായത് ഈ ഫസ്റ്റ് ലെയർ ഒക്കെ പ്രോപ്പർ ആയിട്ട് പ്രിന്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈഡാർ സിസ്റ്റം ആണ്. സോ അതും K1 Maxൽ വരുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് K1ഉം K1 Maxും തമ്മിലുള്ളത്. സോ ഇനി K1 Maxന്റെ പ്രൈസ് പറയാം. 88,000 to 90,000 ഇതിന്റെ ഇടയിലാണ് K1 Max ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇത്രയും ഫീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 40,000 രൂപയുടെ ഡിഫറൻസ് ആണ് ക്രിയാലിറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. ക്രിയാലിറ്റി K1 50,000 ഉള്ളെങ്കിൽ ക്രിയാലിറ്റി K1 Max 88,000 എന്ന് പറയുന്നത് കുറച്ചധികം കൂടുതലാണ്. തീർച്ചയായിട്ടും ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇൻഡസ്ട്രിയൽ ലെവൽ ഓഫ് 3D പ്രിന്റിങ്ങിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു 3D പ്രിന്റർ തന്നെയാണ് ഈ K1 Max എന്ന് പറയുന്നത്. സോ ഇഫ് യു ആസ്ക് മീ, നിങ്ങൾക്ക് ബിൽഡ് വോളിയം ഒരു വലിയ ഇഷ്യൂ അല്ല എങ്കിൽ, ഇത്രത്തോളം ബിൽഡ് വോളിയം വേണ്ട എങ്കിൽ ജസ്റ്റ് ഗോ ഫോർ K1, ഡോണ്ട് ഗോ ഫോർ K1 Max. സോ അതോടുകൂടി നമ്മുടെ ലാസ്റ്റ് 3D പ്രിന്റിംഗ് ഓപ്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ലാസ്റ്റ് അതായത് 6th 3D പ്രിന്റർ എന്ന് പറയുന്നത് ബാംബു ലാബ്സിന്റെ P1P എന്ന മോഡലാണ്. 90,000 rupees വില വരുന്ന ഈ ഒരു 3D പ്രിന്ററിൽ ബാംബു ലാബ്സിന്റെ എല്ലാ ഫീച്ചേഴ്സും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. 500 mm/s ആണ് ഈ ഒരു പ്രിന്ററിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ബിൽഡ് വോളിയം എന്ന് പറയുന്നത് 256/256/256 ആണ്. സോ അയൺമാൻ ഹെൽമെറ്റ് പോലെയുള്ള ഹെൽമെറ്റുകളെല്ലാം തന്നെ ഈസി ആയിട്ട് ഈ ഒരു 3D പ്രിന്ററിൽ പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ബാംബു ലാബ്സ് A1 മിനിയുടെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഈ ഒരു ബാംബു ലാബ്സിന്റെ P1Pയിലും വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇതൊരു എൻക്ലോഷർ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പ്രിന്റർ ആണ്. പല ടൈപ്പിലുള്ള എൻക്ലോഷർ നമുക്ക് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിൽ ലിമിറ്റേഷൻസ് ഇല്ല. ഒട്ടുമിക്ക എല്ലാ മെറ്റീരിയൽസും തന്നെ ഈ ഒരു പ്രിന്ററിൽ നമുക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ വെൻ കമ്പയർഡ് ടു K1 Max പ്രൈസ് ഏകദേശം സെയിം ആണല്ലോ വരുന്നത്. K1 Max വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബാംബു ലാബ്സിന്റെ P1P ഏത് ചൂസ് ചെയ്യും? ഇതിലേത് ചൂസ് ചെയ്യും? Definitely guys, I'll go for Bamboo Labs because Bamboo Labs provide ചെയ്യുന്ന ഫീച്ചേഴ്സ് എനിക്ക് തോന്നുന്നില്ല K1 Maxൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ സെയിം പ്രൈസിൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രിന്റർ കിട്ടുമെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദ ലേറ്റസ്റ്റ് പ്രിന്റർ. Thereby I'll suggest Bamboo Labs P1P rather than K1 Max if you have the budget. സോ നമ്മൾ കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്യാണ്. നിങ്ങളൊരു മീഡിയോക്കർ റേഞ്ചിൽ, അതായത് ഒരു ബഡ്ജറ്റ് ഒരു 50,000 അടുപ്പിച്ചൊക്കെ വരികയാണെങ്കിൽ ആ ഒരു ലെവലുള്ള 3D പ്രിന്ററാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ക്രിയാലിറ്റി K1. അതേസമയം നിങ്ങൾക്ക് ബിൽഡ് വോളിയം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബിൽഡ് വോളിയം വരുന്ന K1 Maxോ അല്ലെങ്കിൽ ബാംബു ലാബ്സിന്റെ P1Pയോ ചൂസ് ചെയ്യാം. ഏറ്റവും ബേസിക് ലെവൽ 3D പ്രിന്ററിലേക്കാണ് നോക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ Lego Neptune 3 Pro. സോ ഇത്രയും നേരം വീഡിയോ കണ്ട വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടൊരു ഓഫർ കൂടെ ഉണ്ട്. അതായത് ക്രിയാലിറ്റിയുടെ തന്നെ Ender 3യുടെ ഫുള്ളി അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു 3D പ്രിന്റർ നിങ്ങൾ തന്നെ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായാലും ഒരു 30,000 rupees വില വരും. അപ്പോൾ ഫുള്ളി അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു ക്രിയാലിറ്റി Ender 3 V2 മോഡൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ. ഇഫ് എനിബഡി ഈസ് ഇൻട്രസ്റ്റഡ്, കംപ്ലീറ്റ്ലി അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു 3D പ്രിന്ററാണ്. ലൈക്ക് മാഗ്നറ്റിക് ബിൽഡ് പ്ലേറ്റ്, അതുപോലെ തന്നെ ഡയറക്ട് ഡ്രൈവ് എക്സ്ക്ലൂഷൻ സിസ്റ്റം, ഓൾ മെറ്റൽ ഹോട്ട് ആൻഡ് ഇങ്ങനെ എല്ലാ അപ്ഗ്രേഡേഷൻ ചെയ്ത ഒരു 3D പ്രിന്റർ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് 15,000 or below. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. യു ക്യാൻ നെഗോഷിയേറ്റ്. ഫുള്ളി അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു Ender 3 V2 എന്ന് പറയുന്നത് നല്ലൊരു മോഡൽ തന്നെയാണ്.
സോ ആരെങ്കിലും 3D പ്രിന്റർ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുള്ളിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഐ ഹോപ്പ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ 3D പ്രിന്റിംഗ് മാർക്കറ്റിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. 3D പ്രിന്റിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള മോർ വീഡിയോസിനായിട്ട് ചാനൽ ഉറപ്പായിട്ട് ഫോളോ ചെയ്യുക. See you in the next video. Till then, take care and bye.